വേദനിക്കുന്നവരുടെ പക്ഷം ചേരുന്ന ദൈവവിളിയുടെ വർണ്ണചിത്രങ്ങൾ, കണ്ണീരണിഞ്ഞ മക്കളെ ചേർത്തു പിടിക്കുന്ന വൈദികരുടെ ജീവിതാനുഭവങ്ങൾ. കടലാക്രമണത്തിൻ്റെ വേദനയുടെ കഥകൾ മാത്രം നാം കേൾക്കാറുള്ള ചെല്ലാനം എന്ന ദേശത്തിൻ്റെ ജനതയോട് ഒപ്പം നിന്ന് അവരെ പുനരുദ്ധരിക്കുവാൻ അവരോടൊപ്പം നിൽക്കുന്ന ഒരു ഇടവക വൈദികൻ. ഇത് ചെല്ലാനം സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് വികാരി ഫാദർ സിബിച്ചൻ ചെറുതിയിൽ. കടൽ തിരമാലകൾ കയറി ഈ ഇടവകയുടെ ഭൂരിപക്ഷം വീടുകളും നശിച്ച ഈ കഴിഞ്ഞ നാളുകളിൽ ഈ ഇടവകയുടെ വേദനയറിഞ്ഞ് ഇവരെ ആശ്വസിപ്പിച്ച് നയിച്ച സിബിച്ചനച്ചൻ തൻ്റെ വൈദിക ശുശ്രൂഷയുടെ മഹത്വം പങ്കുവയ്ക്കുന്നു. ഷാലോം പ്രേക്ഷകർക്ക് അച്ഛൻ്റെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ ഇടപെടലും ദൈവം അച്ഛനെ നയിച്ച വഴികളും കേൾക്കുവാനേറെ താല്പര്യം കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അച്ഛൻ്റെ ബാല്യകാലം മുതൽ നമുക്കൊന്ന് ആരംഭിക്കാം. എൻ്റെ കുട്ടിക്കാലം ചാച്ചൻ, അമ്മച്ചി, ചാച്ചൻ്റെ അപ്പനും അമ്മയും 2 ബ്രദേഴ്സുമാണ്. എനിക്ക് ഇളയത്തിങ്ങളാണ്. അങ്ങനത്തെ ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നു വന്നത്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചാച്ചൻ വിദേശത്തേക്ക് പോയി. പിന്നെ ചാച്ചൻ്റെ അധ്വാനം കൊണ്ടാണ് ഞങ്ങൾ ഉയർച്ചയിലേക്ക് വന്നത്. ചാച്ചൻ ഏതാണ്ട് 25 വർഷത്തോളം ചാച്ചൻ വിദേശത്ത് തന്നെ ജോലി ചെയ്തു. പിന്നീട് എൻ്റെ സഹോദരങ്ങളുമൊക്കെ അവിടെ തന്നെ പോയി ജോലി ചെയ്ത് വളരെ ഭംഗിയായിട്ടൊക്കെ ജീവിക്കുന്ന ഒരു കുടുംബം. ഞാൻ സെമിനാറിയിൽ ചേരാനായിട്ട് കുട്ടിക്കാലം മുതലൊന്നും വലിയൊരു ആഗ്രഹമൊന്നുമില്ല. അച്ഛനാവാൻ പോകണമെന്നൊന്നും വലിയ ആഗ്രഹിച്ച ഒരാളല്ല. പക്ഷേ എനിക്ക് ഈ മനുഷ്യരോടുള്ള കരുതലിൻ്റെയും കരുണയുടെയും വിത്ത് പാകിയത് ഞങ്ങളുടെ വികാരിച്ചന്മാരാണ്. പ്രത്യേകിച്ച് എൻ്റെ ആദ്യ കുർബാന സ്വീകരണ സമയത്ത് എന്നെ ഒരുക്കിയ ടോമി മണക്കാടച്ഛനും പിന്നീട് എന്നെ ഒത്തിരിയേറെ സ്വാധീനിച്ചൊരച്ഛനാണ് വർഗീസ് നാനാട്ടച്ഛൻ. അച്ഛനാണ് ഞങ്ങളെ ഒരുമിച്ച്, ഞാൻ മിഷിലിയിലൊക്കെ പ്രവർത്തിക്കാറ്. ഈ ക്രിസ്മസ് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച മിഷിലിയിലെ കുട്ടികളെ ഒരുമിച്ച് ചേർത്തലയുള്ള ഗ്രീൻ ഗാർഡൻസ് എന്ന് പറഞ്ഞ കുഷ്ഠരോഗികളുടെ ആസ്പത്രി കൊണ്ടുപോകും. അപ്പോൾ ഞങ്ങൾ വീടുകളിലൊക്കെ കയറി ഇറങ്ങി നടന്ന് ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ സംഭരിച്ച് കുറച്ച് പൈസയും സ്വീറ്റ്സൊക്കെ ആയിട്ട് പോയി ഒരു ദിവസം മുഴുവനും അവരുടെ കൂടൊപ്പം ചിലവിടും. അത് ഭയങ്കര അനുഭവമായിരുന്നു. എല്ലാ വർഷവും ചെയ്യുമായിരുന്നു. അതിൽ നിന്നാണ് ഈ ഒരു ആഗ്രഹം ഉള്ളിൽ മനുഷ്യർക്ക് വേണ്ടി നന്മ ചെയ്യുന്ന ഒരു മേഖലയിലേക്ക് വരണം എന്നൊക്കെ ആഗ്രഹിച്ചത്. അങ്ങനെയാണ് പിന്നീട് 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചാച്ചൻ വിദേശത്തുനിന്ന് വരുന്ന സമയം എൻ്റെ സ്റ്റുഡൻസ് വിസയൊക്കെ എടുത്ത് എന്നെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചു ചാച്ചൻ പുറത്തേക്ക്. ഞാൻ എന്തെങ്കിലും ചാച്ചനോട് ആരോടും പറയാതെ ഒരു കാസിയൻ കാച്ചിപ്പള്ളി എന്ന OCD അച്ഛൻ്റെ പക്കൽ എൻ്റെ പേര് കൊടുത്തു. അച്ഛൻ ഞാൻ പോലും അറിയാതെ അച്ഛൻ വീട്ടിൽ എന്നെ അന്വേഷിച്ച് വന്നു. അപ്പോഴാണ് വീട്ടുകാരറിയണത് ഞാനൊരു സെമിനാരിൽ ചേരാൻ ആഗ്രഹിക്കുന്നു 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അങ്ങനെ OCD സഭയിൽ, കർമ്മലീത്ത സഭയിൽ ചേരാനായിട്ട് ആഗ്രഹിച്ച് ചെല്ലുമ്പോഴാണ് നമ്മളുടെ അന്നത്തെ എൻ്റെ വികാരിയച്ഛനായിരുന്ന അഗസ്റ്റിൻ നെല്ലിക്കോടി അച്ഛൻ സമ്മതിച്ചില്ല. ഡയസിസിൽ ചേർന്നാൽ മതി. കാരണം 100 വർഷമാകുന്ന ഞങ്ങളുടെ ഇടവകയിൽ രൂപതാ വൈദികരായിട്ട് ആരും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ ആദ്യത്തെ രൂപതാ വൈദികനാണ് ഇടവകയിൽ നിന്ന് ഞാൻ. അച്ഛൻ്റെ ഇടവക ഏതാണെന്ന് പറഞ്ഞു. വയലാർ സെയിൻറ്റ് ഫ്രാൻസിസ് സേവേഴ്സ് ഇടവകയാണ്. വളരെ നല്ല ഒരു സാധാരണ മനുഷ്യർ, ഒത്തിരി എന്നെ പ്രാർത്ഥിച്ചൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരിയേറെ അവരെന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു പൗരോഹിത്യത്തിലെത്തി കാണാനായിട്ടൊക്കെ അവരോടൊക്കെ എനിക്ക് എപ്പോഴും നന്ദിയാണുള്ളത്. പിന്നെ സെമിനാരി ലൈഫ് കുരുത്തരപ്പിതാവിൻ്റെ സമയത്താണ് ഞാൻ സെമിനാരിച്ചത്. കുരുത്തരപ്പിതാവ് ചിലപ്പോഴൊക്കെ യാത്രയ്ക്ക് പോകുമ്പോൾ ഞങ്ങളെയൊക്കെ കൊണ്ടുപോകും. വേറെ കോൺവെൻറ്റിലൊക്കെ പോകുമ്പോൾ അത് ഭയങ്കര അനുഭവമായിരുന്നു. എന്നെ ഒത്തിരിയേറെ സ്വാധീനിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തൊരു വ്യക്തിയാണ് കുരുത്തരപ്പിതാവ്. പിന്നീട് എൻ്റെ സെമിനാരി പഠന കാലഘട്ടങ്ങളിൽ ഒരിക്കലും ഒരു റെക്ടർമാർക്കൊക്കെ ഒരു നീരസം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളൊന്നും എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. എനിക്കിഷ്ടമായിരുന്നു. പിന്നീട് ഒരു അച്ഛനാവണം എന്നൊരു ഉള്ളിൽ തന്നെ അതങ്ങനെ ആഗ്രഹമായിരുന്നു. ഇനിയൊരു ജന്മം കർത്താവ് ഈ ഭൂമി എനിക്ക് തരികയാണ്, ഞാനൊരു അച്ഛനേ ആവുകയുള്ളൂ. കാരണം ഞാൻ ഇന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ പൗരോഹിത്യ ജീവിതമാണ് എന്നെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കിഷ്ടമാണ് ഒരു പുരോഹിതനായി ജീവിക്കാനായിട്ട്. സെമിനാരിയിൽ മൈനർ സെമിനാരി 4 വർഷം ഫോർട്ട് കൊച്ചിയിലാണ് പഠിച്ചത്. അതിനുശേഷം കർമ്മലഗിരി അന്ന്
സെറിയൻസും മലങ്കര അതുപോലെ തന്നെ ലാറ്റിൻ ഈ 3 റീത്തുകൾ ഒരുമിച്ച് അത് ഭയങ്കര ഒരു സുവർണ കാലഘട്ടമായിരുന്നു. അതൊരിക്കലും മറക്കാൻ പറ്റൂല. പിന്നീട് കുറച്ചുകൂടിയൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് മനുഷ്യരുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടാനായിട്ടൊക്കെ പഠിപ്പിച്ച അഖ്യാത്ത് പിതാവ്. അന്ന് ഞങ്ങളുടെ റെക്ടറായിരുന്നു, ഒപ്പം തന്നെ സോഷ്യൽ സർവീസിൻ്റെയൊക്കെ ഇൻചാർജ് പിതാവായിരുന്നു. ഓരോ പാവപ്പെട്ട വീടുകളിലേക്ക് കൊണ്ടുപോയിട്ട് ഓരോ പ്രവർത്തനങ്ങൾക്കൊക്കെ ഭയങ്കര അനുഭവമായിരുന്നു അത്. സെമിനാരിയിൽ പ്രത്യേകിച്ച് കർമ്മലഗിരി മംഗലപ്പുഴ സെമിനാരി ജീവിതത്തിൽ നിന്ന് ഒത്തിരിയേറെ ഞാൻ ഈ മനുഷ്യരെ എങ്ങനെ കരുതണം, ഉപേക്ഷിക്കപ്പെട്ടവർക്ക് എങ്ങനെ താങ്ങാവണം എന്നുള്ള അതൊക്കെ പഠിച്ചത് ആ ഒരു കാലഘട്ടത്തിൽ. പ്രത്യേകിച്ച് കർമ്മലഗിരി സെമിനാരിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ SOS ആലുവ ചുണങ്ങവേലിയിലുള്ള ഒരു SOS ഗ്രാമമുണ്ട്. അവിടെ ഞാൻ എല്ലാ വ്യാഴാഴ്ചകളിലും ഒക്കെ അവിടെ പോയി ശുശ്രൂഷ ചെയ്യും പിള്ളേരുടെ കൂട്ടത്തിൽ അവർക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അവിടെ പോയി രോഗികളും അവിടെ പ്രത്യേകിച്ച് TB ഹോസ്പിറ്റലിൽ മുടി വെട്ടാൻ പോകും. അങ്ങനെ അവർക്ക് വേണ്ട ശുശ്രൂഷയൊക്കെ ചെയ്യും. തീർച്ചയായിട്ടും ഇതിൻ്റെയൊക്കെ ഒരു നല്ല അനുഭവം കിട്ടിയ ചക്കയത്ത് പിതാവിൻ്റെ വലിയൊരു പ്രോത്സാഹനം. പിന്നീട് സെമിനാരി തിരിഞ്ഞതിന് ശേഷം കർമ്മലഗിരിയിലേക്ക് വരുമ്പോഴും തൊട്ടടുത്തുള്ള ഹൈന്ദവർ, ക്രിസ്ത്യാനികൾ, മുസ്ലിംസ് എല്ലാവരും ഉള്ള ആ പ്രദേശത്ത് യൂത്ത് സംഘടനകളൊക്കെ തുടങ്ങാനായിട്ട് ഞങ്ങളുടെ റെക്ടർമാരൊക്കെ പൂർണ്ണ സമ്മതമായിരുന്നു. അതുകൊണ്ട് ആ ഒരു പ്രോത്സാഹനം ഇന്നും അത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു തീയായിട്ട് തന്നെ കിടക്കുന്നു. അന്ന് പോലെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തുന്ന ഒന്നും എനിക്ക് സെമിനാരി അനുഭവങ്ങളിൽ ഉണ്ടായിട്ടില്ല. പിതാക്കന്മാരാണെങ്കിലും എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്തത് തന്നെയാണ്. പിന്നീട് പുരോഹിതനായി യുവാക്കന്മാരോടും കുട്ടികളോടൊപ്പമുള്ള എൻ്റെ പ്രവർത്തനങ്ങൾ കണ്ട് അന്ന് തട്ടികൾ പിതാവ് എന്നെ പഠിക്കാനായിട്ട് വിട്ടു. അതിനുശേഷം തിരിച്ചു വന്ന സെമിനാരി യുവജന ദൈവശാസ്ത്രത്തിലാണ് ഞാൻ PG ചെയ്തത്. അത് ബാംഗ്ലൂരായിരുന്നു. ബാംഗ്ലൂർ സലേഷ്യൻസിൻ്റെ ക്രിസ്തു ജോർജ് കോളേജിലാണ് ചെയ്തത്. അതൊത്തിരി എന്നെ സഹായിച്ചു. പിതാവ് നിർബന്ധം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വേണ്ട, പോകുന്നില്ല, ഞാനിതൊക്കെ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല, ഇനി വേണ്ടാന്ന് പറഞ്ഞിട്ടും പിതാവ് പറഞ്ഞു പോകണം, അത് പഠിക്കുക എന്ന് പറഞ്ഞു. ഞാനിന്ന് പിതാവിനോട് നന്ദിയോട് ഓർക്കുക. കുറേ കൂടിയൊക്കെ ഭംഗിയായിട്ട് ചെയ്യാനും ഒത്തിരിയേറെ അവരുടെ പ്രതിസന്ധികളിൽ എനിക്ക് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അവരെ സഹായിക്കാനായിട്ട്, അവരെ നല്ല വഴിക്ക് വിടാനായിട്ടൊക്കെ എന്നെ സഹായിച്ചത് അന്ന് പിതാവ് എടുത്തൊരു റിസ്ക്കാണ്. ആ റിസ്ക് അത് പിതാവിന് ഞാൻ തീർച്ചയായിട്ടും അത് പോസിറ്റീവായിട്ട് തന്നെ പിതാവ് എന്നിൽ കാണിച്ച വിശ്വാസം ഞാൻ തിരിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു. പിന്നീട് തിരിച്ചു വന്നതിന് ശേഷം ഞാൻ വർഷങ്ങളോളം സെമിനാരിലായിരുന്നു. സെമിനാരി വിദ്യാർത്ഥികളുടെ രൂപീകരണത്തിലായിരുന്നു ഞാൻ ഇടപെട്ട് ജീവിച്ചത്. ഏതാണ്ട് 8.5 വർഷത്തോളം സെമിനാരിക്കാരോടുകൂടിയായിരുന്നു. അതിനുശേഷം അച്ഛന് ഏതെല്ലാം ഇടവകളിൽ ഇരിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് പറയാം. ഞാൻ ആദ്യമായിട്ട് ഇരുന്നത് അച്ഛനായ ഉടനെ തന്നെ എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് അരൂർ സെൻറ്റ് അഗസ്റ്റിൻ ദേവാലയത്തിലായിരുന്നു. അന്ന് ഫ്രാൻസിസ് ഡി നസ്രത്ത് എന്ന് പറഞ്ഞൊരു അച്ഛൻ, ആംഗ്ലോ ഇന്ത്യൻ അച്ഛൻ, നല്ല ഒരു ഫ്രീഡം തരുന്ന ഒരു മനുഷ്യൻ. അച്ഛന്മാർക്ക് പ്രവർത്തിക്കാനായിട്ട്, സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ ഫ്രീഡം തരുന്ന ഒരു അച്ഛനാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും ആ അച്ഛൻ ആ കാലഘട്ടം തൊട്ട് തന്നെ പ്രവർത്തിക്കും. പ്രത്യേകിച്ച് യൂത്തിൻ്റെയൊക്കെ മേഖലകളിൽ, കുട്ടികളുടെ മേഖലയിൽ പ്രവർത്തിക്കാൻ അച്ഛൻ പൂർണ്ണ അനുവാദം നൽകിയിരുന്നു. സമയത്ത് ഷൈജു അച്ഛൻ, നമ്മുടെ വികാരി ജനറലായിട്ട് ഷൈജു അച്ഛൻ അന്ന് അവിടെ ഉണ്ട്. ഞങ്ങൾ 3 പേരും കൂടി നല്ലൊരു വളരെ അവിടുത്തെ നാട്ടുകാർ പറയുന്നത് അപ്പനും മക്കളും എന്നൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ വളരെ സന്തോഷമായിരുന്നു, അത്രയും ഹാപ്പി. എൻ്റെ പ്രീ സ്റ്റുഡൻ്റ് ആരംഭം തന്നെ എനിക്ക് നല്ലൊരു സ്വാധീനം, മാതൃക ഇവരിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അടുത്ത പള്ളി അതിനുശേഷം ഞാൻ ഇവിടെയാണ്, സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയിലാണ് ഞാൻ 18 മാസം സേവനം ചെയ്തത്. ഇവിടുന്നാണ് ഞാൻ ഒരു 3 മാസത്തേക്ക് തോപ്പുംപടി സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയിലുണ്ടായിരുന്നു. അതിനുശേഷം പഠിക്കാൻ പോയി. പഠനം കഴിഞ്ഞ് തിരിച്ചു വന്നത് സെമിനാരിലേക്ക്. പിന്നെ പിതാവിനോട് ഞാൻ ആവശ്യപ്പെട്ടു എനിക്കൊരു ഇടവക വേണമെന്ന് പറഞ്ഞിട്ട് മുണ്ടമ്പേലിലേക്ക് കൊച്ചച്ഛനായിട്ട് കുറച്ചാൾ വിട്ട് അവിടെ അടുത്തൊരു പള്ളിയിൽ ഒരു ചെറിയൊരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയിലേക്ക്, അത് മധുരക്കമ്പനി, അവിടെ ഒരു ചെറിയ ഒരു 10-200ഓളം വീട്ടുകാരുണ്ട്. അവിടെ ചെന്നു. അതിനുശേഷം അത് ഇടവകയാക്കി അത്യാവശ്യമൊക്കെ ഒരു മാറ്റമൊക്കെ. അവിടെ വികാരിച്ചനായിട്ടാണ് പോസ്റ്റ് ചെയ്തത്? അല്ലല്ല, അവിടെ വന്നൊരു സഹവികാരിയായിട്ട് തന്നെ, ഒരു തോമസ് മൂർ പള്ളിയുടെ സഹവികാരിയായിട്ടായിരുന്നു ഞാൻ അവിടെ. തോമസ് മൂർ പള്ളിയുടെ സ്റ്റേഷൻ. സുവിശേഷത്തിന്റെ ദീപ്തമായ ചൈതന്യം ഹൃദയത്തിൽ പേറി ദൈവവിളി ഏറ്റെടുത്ത ജീവിതം. ദിവ്യകാരുണ്യനാഥന്റെ കൂടെ ജീവിത അവസാനം വരെ സഞ്ചരിക്കുവാനുള്ള ആത്മസമർപ്പണം. കരയുന്നവരോട് പക്ഷം ചേരാനുള്ള ഹൃദയ സമർപ്പണം. അതെ, ഇത്തരം ദൈവവിളികൾ ഈ ദേശത്തിൻ്റെ ഇത്തരം സങ്കടവേളകളിൽ അവർക്കു മുൻപിൽ സുവിശേഷ സാക്ഷ്യമാകുന്നു, തിരുസഭയുടെ കരുതലാകുന്നു.
വാസ്തവത്തിലൊരു പൗരോഹിത്യ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്ര തന്നെയാണ്. അച്ഛൻ പറഞ്ഞതനുസരിച്ച് അച്ഛൻ നല്ല ഓട്ടമാണ് ഓടിയത്. അപ്പോൾ ഇനി അടുത്ത എങ്ങോട്ടുള്ള ഓട്ടമാണെന്ന് പറയാമോ? ഞാൻ ആ മധുരക്കമ്പനി അവിടെ വന്നു ഇടവകയാക്കി കഴിഞ്ഞപ്പോൾ പിതാവിനോട് വീണ്ടും ആവശ്യപ്പെട്ടു മൈനസ് സെമിനാരിയിലേക്ക് ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. രണ്ടാമത്തെ സെമിനാരിൽ പോകാൻ അത്ര താല്പര്യമില്ലായിരുന്നു, എങ്കിലും പിതാവ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ തീർച്ചയായിട്ടും അത് പോയതാണ്. കാരണം കുറേ വർഷങ്ങളോളം സെമിനാരി ഫോർമേഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അത് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അവിടുന്ന് നേരെ ആൽഫയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള ഒരു ശുശ്രൂഷയായിരുന്നു. അത് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. പ്രത്യേകിച്ച് പ്രീക്കാന കോഴ്സ് യുവാക്കന്മാർ വരുന്നതാണ്. എല്ലാ ബാച്ചിലും ഏതാണ്ട് 10-60 120 അവരൊക്കെ വരുന്ന ഒരു റേഞ്ച് ആൾക്കാരുണ്ടാവും. പക്ഷെ അവിടുന്ന് ഞാൻ ഉടനെ ഒരു 6.5 വർഷത്തെ സേവനത്തിന് ശേഷം നേരെ ഇങ്ങോട്ടാണ്, ചെല്ലാനത്തേക്കാണ്. ചെല്ലാനത്തേക്ക് വരുന്ന സമയം എന്ന് പറയുന്നത് കോവിഡിൻ്റെ നല്ല സമയമാണ്. കോവിഡ് എന്ന് ചെല്ലാനം അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടുത്തെ ജനത്തിന് പുറത്തേക്ക് പോകാനായിട്ട് യാതൊരു വഴിയില്ലാതെ അടച്ചുപൂട്ടിയിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനിവിടെ വരുന്നത്. അതുകൊണ്ട് നമുക്ക് തന്നെ പുറത്തേക്ക് പോകാനായിട്ട് ഒരു സാധ്യതയില്ലാത്ത ഒരവസ്ഥയിലാണ് ഞാനിവിടെ വരുന്നത്. അത് ഒരു മാസം എത്തുന്നതിന് മുമ്പ് തന്നെ കടൽ കയറ്റം, ന്യൂനമർദ്ദം ഉണ്ടായി. അത് വളരെ ദുരന്തം തന്നെയായിരുന്നു കൊണ്ടുവന്നത്. ആ ദുരന്ത കാലഘട്ടത്തിൽ ഇത്രയും ലോക്ക്ഡൗൺ മൂലം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ മനുഷ്യരും പള്ളിയും എല്ലാം അടച്ചുപൂട്ടിയ സമയം, അപ്പോഴാണല്ലോ ന്യൂനമർദ്ദം വന്നത്. ആ സമയത്ത് അച്ഛനെന്ത് ചെയ്തു? ഈ കടലിൽ കയറുന്നതിന് തൊട്ട് ആ തലേ ദിവസമൊക്കെ ഞങ്ങൾ ഇവിടെ കൊച്ചനില്ലായിരുന്നു. ജോണച്ചൻ വിളിച്ചിട്ട് ഞങ്ങൾ അവിടെയുള്ള ജോണച്ചൻ ഇതിൻ്റെ തന്നെ ഒരു പള്ളിയാണ്, വേളാങ്കണ്ണി ഒരു ഷ്രൈനുണ്ട്. അച്ഛൻ വിളിച്ചിട്ട് ഞങ്ങളവിടെ പോയി അവിടുത്തെ യൂത്തുമൊക്കെ ആയിട്ട് ചാക്കിനകത്ത് മണ്ണ് നിറച്ച് വെക്കുകയാണ്. 600-ഓളം ചാക്ക് നിറച്ചവർ എല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ചു. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞു. അവിടെ ഈ കമ്പനിപ്പടിക്ക് അടുത്തൊരു വീടിൻ്റെ അവിടെ അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കടൽ കയറി വരുന്നത്. കടൽ കയറി ഒരു നിമിഷം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്തതെല്ലാം പൊളിഞ്ഞു പോയി. പക്ഷേ അന്നേരമൊന്നും വെള്ളം കയറി ഇങ്ങോട്ട് വരുന്നില്ല. വെള്ളം വരുന്നത് ഒരു 11 മണിയോടുകൂടിയാണ്, രാത്രി പകൽ. അന്നേരം കൊച്ചനെ എത്തിയിട്ടുണ്ട്. കൊച്ചൻ്റെ ഒരു സഹപാഠി ഉണ്ടായിരുന്നു, അതും ഒരു സിബിയാണ്, ഇന്ന് പൂങ്കാവിലെ കൊച്ചനാണ്. അച്ഛനും ഇവിടെ അവരെവിടെ പോയിട്ട് രണ്ടുപേരും കൂടി ഇവിടെ വന്ന സമയം അച്ഛൻ വെള്ളം കയറണോ എന്ന് കൊച്ചൻ പറഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് വരുന്ന ആ നിമിഷം കൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളുടെ അരയോളം വെള്ളം പൊങ്ങിക്കഴിഞ്ഞു. ഇവിടെ ആൾക്കാർക്ക് പകലായിരുന്നതുകൊണ്ട് രക്ഷപ്പെടാനായിട്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ ഇതുകൊണ്ടുണ്ടായത് ഭക്ഷണ സാധനങ്ങൾ മേടിച്ച് വെച്ചതൊന്നും കൊണ്ടുപോകാനായിട്ടോ എടുക്കാനോ ഒന്നും നേരം കിട്ടും. അത്യാവശ്യം തുണി സാധനങ്ങൾ എടുത്ത് പ്രായമുള്ളവരെയൊക്കെ എടുത്തുകൊണ്ട് ആൾക്കാർ ഓടുകയാണ്, രക്ഷപ്പെടാനായിട്ട് ഓടുകയാണ്. അത് വല്ലാത്തൊരു പാനിക് സിറ്റുവേഷനായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരു വികാരിച്ചൻ എന്ന നിലയിൽ ജനങ്ങളുടെ നിസ്സഹായത, അവർക്ക് ഭക്ഷണമില്ല, കുടിവെള്ളമില്ല, അവരുടെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാൻ പോലുമുള്ള സൗകര്യമില്ലാതെ ഒരു വീട്ടിൽ തന്നെ അത്യാവശ്യം നല്ല വീടുകൾ, പൊക്കത്തിൽ വെച്ചിട്ടുള്ള വീടുകളിൽ 4, 5, 6, 7 ഫാമിലികൾ ഒന്നിച്ച് വന്ന് താമസിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇങ്ങനെ പലതരത്തിലുള്ള ഒത്തിരി പ്രതിസന്ധികളിലൂടെ ആ സമയം ഇവിടെ പോയി. ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണ സാധനം ഇല്ലായിരുന്നു, കുടിവെള്ളം. കാരണം വാട്ടർ ടാങ്കുകളെല്ലാം ഈ അഴുക്കും ചെളിയും കയറി മോശമായി, വെള്ളമില്ല, കറണ്ടില്ല, മനുഷ്യരോടൊന്ന് കോണ്ടാക്ട് ചെയ്യാനായിട്ട് മൊബൈൽ ടവറുകളൊന്നും വർക്ക് ചെയ്യണില്ല. അപ്പോൾ എല്ലാം കൊണ്ട് ഈ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട ഒരു സമൂഹമായിട്ട് ചെല്ലാനം പ്രദേശം മാറി. പത്രത്തിൽ ഞങ്ങൾ വായിച്ച് കേട്ടിരുന്നു. ഭയങ്കരം തന്നെ ഒരു അവസ്ഥയായിരുന്നു. എൻ്റെ കൊച്ചച്ഛൻ്റെ കൂട്ടുകാരൻ അച്ഛനോട് ഞാൻ പറഞ്ഞതാണ്, നീ പോകണ്ട, ഇവിടെ നിൽക്കി, നമുക്ക് എന്തെങ്കിലും ചെയ്യാം, ഇവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യാനായിട്ട് അവർ 2-3 പേര് ശരിക്കും വൈകുന്നേരം 7 മണിയാകുമ്പോൾ ഇതുങ്ങൾ വന്ന് ഇങ്ങനെ നിലത്ത് തിണ്ണയിൽ കിടക്കും, ക്ഷീണിച്ച് അവശരായിട്ട്. അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്തു ആ സമയത്ത് മുഴുവനും. ഈ നാളുകളിൽ എന്നെ സഹായിച്ച കുറേ എൻ്റെ സുഹൃത്ത് വൈദികരുണ്ട്. ഒരു വർഗീസ് കണ്ണമ്പള്ളി അച്ഛൻ, പിന്നെ കാഞ്ഞിരപ്പള്ളിയിലെ ഇപ്പോഴത്തെ സോഷ്യൽ സർവീസിൻ്റെ ഡയറക്ടർ അച്ഛനാണ് പാലും ബ്രെഡും ഒക്കെ അവിടുന്ന് അവരുടെ സോഷ്യൽ സർവീസിൻ്റെ ഇതിൽ ഇഷ്ടംപോലെ കൊണ്ടുവന്ന്, ഇഷ്ടംപോലെ എന്ന് വെച്ചാൽ ആവശ്യത്തിന് ഇവിടെ കൊണ്ടുവന്ന് ആൾക്കാർക്ക് വിതരണം ചെയ്യാനായിട്ടുള്ള എല്ലാ കുടിവെള്ളം അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് രാഷ്ട്രീയമോ മതമോ ഒന്നും നോക്കാതെ ഒത്തിരിയേറെ സാധനങ്ങൾ. അപ്പോൾ അതിനിടയ്ക്ക് ഞാനൊരു വീഡിയോ ചെയ്ത് ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ദാരുണാവസ്ഥ കണ്ടുകൊണ്ട് ഒത്തിരിയേറെ ജനങ്ങൾ സപ്പോർട്ടീവായിട്ട് ഞങ്ങൾക്ക് വന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അത്യാവശ്യം ആ സമയത്ത് അത് കരകയറാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കാനായിട്ട് കഴിഞ്ഞു.
ഇതിന് ശേഷം ഇപ്പോൾ ആ ഒരു കടൽ കയറി ഇറങ്ങുന്ന സമയം വരെ ആൾക്ക് പുറത്തുനിന്നുള്ളൊരു സഹായം ഉണ്ടാവുള്ളൂ. അതിനുശേഷമാണ് താമസിക്കാൻ പറ്റാത്ത രീതിയിൽ വീടുകളെല്ലാം മാറി. ഈ ദേവാലയത്തിൽ തന്നെ 3 ദിവസം 30 പേര് നിന്നാണ്, സ്ത്രീകളും പുരുഷന്മാരും നിന്നാണ് ഇതിനകത്ത് ചെളികോരി പുറത്ത് കളഞ്ഞത്. അപ്പോൾ അത്രയ്ക്ക് മാത്രം അപ്പോൾ ആ വീടുകളെന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കടലിനടുത്തുള്ള വീടുകളെല്ലാം വാസയോഗ്യമല്ലാത്തൊരവസ്ഥയിലേക്ക് പല വീടുകളും പൂർണ്ണമായിട്ട് നശിച്ചു. പലരുടെയും സഹായം കൊണ്ട് ഒരു വീട് ഞങ്ങൾ പൂർണ്ണമായിട്ട് വെച്ചു കൊടുക്കാനായിട്ട് കഴിഞ്ഞു. പിന്നെ ഒരു 10-40ഓളം വീടുകൾ ഞങ്ങൾ മെയിൻ്റനൻസ് ചെയ്തു കൊടുത്തു. പിന്നെ പല സംഘടനകളും പല സംവിധാനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഇവിടെ വന്ന് സഹകരിച്ച് വീടുകൾ വെച്ചു കൊടുക്കാനായിട്ട്, വീടുകൾ മെയിൻ്റനൻസ് ചെയ്യാനായിട്ട് ഒത്തിരി സന്നദ്ധ സംഘടനകളൊക്കെ ഇവിടെ വന്ന് സഹകരിക്കുകയുണ്ടായി. മനുഷ്യരുടെ ആ ഒരു ദാരുണാവസ്ഥയിൽ ഈ പലരും ഒക്കെ പള്ളിയോട് വന്ന് ചോദിച്ചിട്ടാണ് അവർ ഇടപഴകുന്നത്. അതൊക്കെ അതൊരു പുരോഹിതൻ എന്ന നിലയിൽ ഒരു അഭിമാനം തോന്നിയ ഒരു നിമിഷം കൂടിയായിരുന്നു അതൊക്കെ. അവർ കോവിഡിന്റെ ശല്യം അന്നേരം ഇല്ലേ? കോവിഡിന്റെ ശല്യമുണ്ട്. അപ്പോൾ ഈ കോവിഡിനേക്കാൾ വലിയൊരു ദുരന്തമാണ് വന്നിരിക്കുന്നത് കൊണ്ട് കോവിഡ് ഈ അതിനെക്കുറിച്ച് മനുഷ്യൻ ചിന്തിച്ചു പോലുമില്ല. അപ്പോൾ ഇങ്ങനെ വളരെ സമ്പർക്കം പാടില്ല എന്ന് പറയുമ്പോൾ സമ്പർക്കത്തിൽ തന്നെയാണ് മനുഷ്യർ ജീവിച്ചത്. വേറൊരു സാധ്യതയില്ല. കാരണം മനുഷ്യന് ആകെയുള്ളത് എല്ലാവരും വന്ന് താമസിക്കുന്നത് ഈ സ്കൂൾ ഹോളിലാണ്. സ്കൂൾ ഹോളിൽ അകലം പാലിക്കാനായിട്ട് ഒന്നും നടക്കില്ല. കുറേ കുടുംബങ്ങൾ വന്ന് താമസിക്കുമ്പോൾ അകലം പാലിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. പക്ഷേ ദൈവത്തിൻ്റെ ഒരു പരിപാലനം അവിടെ ഞങ്ങൾ അറിയുകയാണ്. ഫുഡിൻ്റെ കാര്യത്തിലൊന്നും ആദ്യത്തെ ഒരു ദിവസം മാത്രം ഇച്ചിരി വിഷമം ഉണ്ടായിരുന്നു. പിന്നീട് ഫുഡ് ഐറ്റംസ് ഒന്നും അങ്ങനെ ഒരു കാര്യത്തിലും. പിന്നെ കൊച്ചി രൂപത സോഷ്യൽ സർവീസ് ഡയറക്ടർ അഗസ്റ്റിൻ കടപ്പുറമ്പിലച്ഛൻ, പിതാവ് ഒത്തിരിയേറെ വിളിച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ട്, ഒത്തിരിയേറെ കരിയിൽ പിതാവ് ഒത്തിരി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതിനേക്കാൾ അവരെ ഒരു പുരോഹിതരെന്ന നിലയിൽ ജനങ്ങളുടെ മനസ്സിൽ കയറിപ്പറ്റാനായിട്ട്, ജനങ്ങൾ ഏത് തരത്തിലുള്ള അധ്വാനത്തിനും ഒരു പുരോഹിതൻ തയ്യാറാണെന്ന് എൻ്റെ അന്ന് സഹവികാരിയായിരുന്ന സിബിനച്ഛനും അച്ഛൻ്റെ സുഹൃത്ത് അച്ഛനും അത് തെളിയിച്ചു കൊടുക്കാനായിട്ട് കഴിഞ്ഞു. അത് അവർ ജനങ്ങളുടെ ഉള്ളിൽ ആ ഒരു ചിത്രം മാറില്ല. കാരണം ടോറസിൻ്റെ മുകളിലൊക്കെ വലിഞ്ഞു കയറി ഭക്ഷണ സാധനങ്ങളുമായിട്ട് കയറുകയും അത് വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വലിയൊരു ഒരു സംഭവമായിരുന്നു അത്. എന്തേലും നല്ലൊരു, അതുപോലെ ഇവിടുത്തെ പഞ്ചായത്തിലെ മെമ്പർമാരും രാഷ്ട്രീയക്കാരും ഒക്കെ നല്ല സഹകരണം. രാഷ്ട്രീയം എന്നൊരു സാധനം ഇല്ലായിരുന്നു, മതം എന്നൊരു സാധനം ഇവിടെ ഇല്ലായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഇവിടെ പള്ളിയിൽ വരുന്ന സാധനങ്ങൾ കൊടുക്കുന്നതിൽ ആദ്യമേ വെച്ചൊരു വ്യവസ്ഥ എന്ന് പറയുന്നത് മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കരുത്, മനുഷ്യരാണ് മനുഷ്യർക്ക് കൊടുത്തിരിക്കണം. ഇത് മാത്രമേ ഉള്ളായിരുന്നു ഞങ്ങളുടെ ഏക ചിന്ത. മറ്റു രൂപതക്കാരെ സഹായിച്ചു കാണും അല്ലേ? ഒത്തിരി രൂപതകളെ സഹായിച്ചു. പിന്നെ എൻ്റെ കൂട്ടുകാർ വൈദികരായിട്ടുള്ള രൂപതയിലുള്ളവരും ഒക്കെ അവരുടെ പള്ളികളിൽ നിന്ന് സമാഹരിച്ച് കുറേ സാധനങ്ങൾ ഒത്തിരി ഇഷ്ടംപോലെ സാധനങ്ങൾ. അങ്ങനെ അതുകൊണ്ട് അത് ഓവർകം ചെയ്യാനായിട്ട് പിന്നെ ഉള്ള കുറേ നഷ്ടങ്ങൾ വന്നു. ചില മനുഷ്യരുടെ കരച്ചിൽ, കാരണം വളരെ സ്വപ്നമാണല്ലോ ഒരു വീടെന്നൊക്കെ പറയുന്ന ഒരു സ്വപ്നമാണ്. അത് പൂർത്തീകരിച്ചിട്ട് 1 വർഷം പോലും സ്വസ്ഥമായി ജീവിക്കാൻ പറ്റാതെ അത് നിലംപൊത്തിയ ഒരവസ്ഥയിൽ അത് കാണുമ്പോൾ അതൊരു ഭയങ്കരമായിരുന്നു ആ അവസ്ഥയൊക്കെ എന്ന് പറഞ്ഞാൽ. അവർക്കൊക്കെ വീടായോ? അവരൊക്കെ കുറേ ഒരു 10-60ഓളം വീട്ടുകാർ ഇവിടുന്ന് ഓൾറെഡി ഇവിടുന്ന് താമസം മാറ്റി. ഇവിടുന്ന് ഒരു വേറെ പ്രദേശങ്ങളിലേക്ക് ഇനിയും ഇതുപോലെ അടിക്കടി കയറുമോ എന്ന, അല്ലെങ്കിൽ ഒത്തിരിയേറെ വാഗ്ദാനങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ മുൻകാലങ്ങളിൽ നന്നുകൊണ്ടുണ്ട്, ഇതുപോലെ ഇനിയും വാഗ്ദാനങ്ങളിൽ ഒതുങ്ങുമോ എന്നുള്ള ഒരു ചിന്തയിൽ ആൾക്കാർ ഇവിടുന്ന് വീട് വിട്ട് ഗവൺമെൻറ്റിന് ആ സ്ഥലമൊക്കെ എഴുതി കൊടുത്തിട്ട് അവർ വീട് വിട്ട് പോയി. പക്ഷേ ഈ വർഷം അവർ നടത്തിയ വാഗ്ദാനം സബലീകരിക്കുന്ന രീതിയിലാണ്. ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്വപ്നത്തിൻ്റെ പ്രതീകമാണ് അവിടെ ഇരിക്കുന്ന ഈ ടെട്രാപോഡ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് സഫലമാക്കാനായിട്ട് അവരും നന്നായിട്ട് പ്രയത്നിക്കുന്നുണ്ട്. ഇവിടെയുള്ള ജനങ്ങൾ എല്ലാവിധ സഹകരണം അവരോട് കാണിക്കുന്നുണ്ട്. ഭംഗിയായിട്ട് ഗവൺമെൻറ് അത് നന്നായിട്ട് മോണിറ്റർ ചെയ്ത്. ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായപ്പോഴേ ജനങ്ങൾക്ക് അവരുടെ പ്രത്യാശ എപ്രകാരമായിരുന്നു അച്ഛൻ ശ്രദ്ധിച്ചിരുന്നു? അവർ ചിലപ്പോഴൊക്കെ ചില മനുഷ്യരൊക്കെ അതുകൊണ്ടാണല്ലോ അവർ കുറേയധികം വീട്ടുകാർ ഇനിയും ഉണ്ടാകുമോ, അല്ലെ ഇനിയും ഞങ്ങളിവിടെ ജീവിച്ചിട്ട് എന്ത് ഉറപ്പ് ഞങ്ങൾക്ക് സുരക്ഷിതത്വം എന്നുള്ള ഒരു കാര്യം. പിന്നെ അവർ ഇനി എന്തിനാ പ്രാർത്ഥിക്കണം എന്നൊക്കെ ഒരു തോന്നലൊക്കെ കുറേ മനുഷ്യരിൽ സൃഷ്ടിച്ച്. കാരണം എല്ലാം നഷ്ടപ്പെട്ടവർ ഇനി ആരെയാണ്, അവരുടെ ആ ഒരു സാധാരണ മനുഷ്യൻ്റെ ഒരു ശൈലി, അത് സാധാരണ മനുഷ്യരാണ്, അവരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് സംബന്ധിച്ച് അവരിനി എന്തിന് പ്രാർത്ഥിക്കാനാണ്? അവരുടെ സ്വപ്നതുല്യമായ വീടുകളെല്ലാം നശിച്ചു.
ഇനി എങ്ങനെയാണ് ഒരു വീട് രൂപപ്പെടുത്തിയെടുക്കുക, ഇതൊക്കെ അവരുടെ മുമ്പിലുള്ള ചോദ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പലരും ഒക്കെ വീട് വിട്ട് വീട് പറമ്പും ഗവൺമെൻറ്റിന് എഴുതി കൊടുത്തിട്ട് 10 ലക്ഷം രൂപയും വാങ്ങിച്ച് മറ്റു സ്ഥലങ്ങളിലൊക്കെ ചേക്കേറാൻ തുടങ്ങി. കുറേ പേരോടൊക്കെ പോകണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു, ഇതെല്ലാം റെഡിയാവും, ശരിയാവും എന്നൊക്കെ അവർ പറഞ്ഞു. ഞാൻ എന്തായാലും ഈ വർഷം ഏതാണ്ട് മെയ് 13 ഞാൻ ജനങ്ങളോട് പറഞ്ഞു, ഞാനിങ്ങനെ ആരാധനയുടെ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ചിന്തയാണ്, കർത്താവാണ് എല്ലാം സംരക്ഷിക്കുന്നത്. ഈ കർത്താവ് സംരക്ഷിച്ചില്ലെങ്കിൽ വേറെ എന്ത് സംരക്ഷിച്ചാലും അത് സുരക്ഷിതമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ആ 3 യുവാക്കന്മാരെ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ആ പാസേജ് എല്ലാ ദിവസവും നിങ്ങളുടെ കുടുംബങ്ങളിൽ വായിച്ച് ഒരു നന്മ പറഞ്ഞ ഒരു ത്രിത്വസ്തുതിയും ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവ് സംരക്ഷിച്ചോളും, കർത്താവ് കോട്ട സൃഷ്ടിക്കും. എന്തായാലും ദൈവപരിപാലനയാവാം, എന്തും ആവാം. ന്യൂനമർദ്ദമൊന്നും ഉണ്ടായില്ല. ഒരു സാധ്യതയൊക്കെ പറഞ്ഞു വെച്ചെങ്കിലും ഒന്നും ഉണ്ടായില്ല. ആൾക്കാർ വളരെ സുരക്ഷിതമായി സന്തോഷമായിട്ടൊക്കെ ജീവിച്ചു പോകുന്നുണ്ട്. ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്. നല്ല മനുഷ്യരാണ് ഇവിടെയുള്ള, പാവങ്ങളാണ്, നല്ല മനുഷ്യരാണ്, സിമ്പിൾ ഫെയ്ത്ത്. അതുപോലെ പുരോഹിതനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അത് തന്നെയാണ് അവർ, വെരി സിമ്പിൾ. നെഞ്ചു തകർക്കുന്ന വേദനയുടെ ചിത്രങ്ങൾ, ഓർക്കാൻ പോലുമാവാത്ത സങ്കടക്കാഴ്ചകൾ, ഒരു ആയുസ്സിൻ്റെ അധ്വാനമെല്ലാം കടൽ വിഴുങ്ങുന്ന ഭീകരക്കാഴ്ചകൾ, സർവ്വതും നഷ്ടപ്പെട്ട ഒരു കൂട്ടം മനുഷ്യർ. അതെ, ഈ ചെല്ലാനമെന്ന ഗ്രാമം പതിയെ പതിയെ ആ ഓർമ്മകളിൽ നിന്നും തിരിച്ചു നടക്കുകയാണ്. ഒരു ഇടവകയുടെ വികാരി ആ ദേശത്തിന് ഇത്തരം സങ്കടവേളയിൽ എത്രത്തോളം ആശ്വാസമാണ് എന്നതിന് ഈ വൈദികന്റെ ജീവിതം ഒരു നേർസാക്ഷ്യമാണ്. വാസ്തവത്തിൽ അച്ഛൻ ആൽഫ പാസ്റ്റർ സെൻ്ററിൽ, രൂപതാ പാസ്റ്റർ സെൻ്ററിൽ എന്ന നിലയിൽ, അതിൻ്റെ ഡയറക്ടർ എന്ന നിലയിലും രൂപതയിലെ ഫാമിലി അപ്പോസ്തലൻ്റെ ഡയറക്ടർ എന്ന നിലയിലും ഒക്കെ വളരെ മനോഹരമായ നല്ലൊരു ജോലിയിലാണ്. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ അൽമേര എന്ന ഭാഗത്തു നിന്ന് പറഞ്ഞാൽ നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്ന സമയത്താണ് ഈ ഇടവകയിലേക്ക് ട്രാൻസ്ഫർ ആകുന്നത്. ഇവിടെ വന്ന് ഉടനെ കാണുന്നത് കോവിഡിൻ്റെ പ്രതിസന്ധി, അത് തുടങ്ങിയ അവസരത്തിൽ തന്നെ കടൽ, ന്യൂനമർദ്ദം, ഇതെല്ലാം കൂടെ അച്ഛൻ എങ്ങനെ ആദ്യം ഫേസ് ചെയ്തെന്ന് പറയാമോ? അവിടെ ഞാൻ വളരെ ആൽഫയിൽ വളരെ സുരക്ഷിതമായ ഒരു അവസ്ഥയിലാണ്. ഇങ്ങോട്ട് വിട്ട് ഞാനിവിടെ വരുന്നത് കോവിഡിൻ്റെ സമയമാണ്. എന്നെ ആക്കാനായിട്ട് തന്നെ ഇവിടെ വന്നത് 3-4 പേര് മാത്രം. കാരണം വണ്ടിയിൽ അധികം പേര് യാത്ര ചെയ്യാനൊന്നും പറ്റാത്തൊരവസ്ഥയിലാണ് ഞാനിവിടെ വരുന്നത്. ഞാൻ പരിശുദ്ധ കുർബാന ഒരു അരമണിക്കൂറത്തേക്ക് എഴുന്നള്ളിച്ച് വയ്ക്കും. കുർബാനയ്ക്ക് തൊട്ട് മുമ്പ് അരമണിക്കൂർ ഞാൻ എഴുന്നള്ളിച്ച് വയ്ക്കും. 6 മണി 6:30ക്കാണ് കുർബാന തുടങ്ങുന്നത്. പക്ഷേ ഞാൻ 6 മണിയാകുമ്പോൾ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വയ്ക്കും. നിശബ്ദമായിട്ടുള്ളൊരു പ്രാർത്ഥന 15 മിനിറ്റ് കരുണക്കൊന്തയൊക്കെ നടത്തി ജനത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ചിലരൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി, ഞങ്ങളുടെ ഈ ആവശ്യങ്ങളൊക്കെ ഒന്ന് വെച്ച് പ്രാർത്ഥിക്കണം അച്ഛൻ എന്ന് പറയും. അങ്ങനെ ഈ പള്ളിയാണെങ്കിലും നടത്തിക്കൊണ്ടു പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയം, കടലാക്രമണത്തിലൂടെയാണെങ്കിലും പള്ളിക്ക് ഒത്തിരിയേറെ നഷ്ടങ്ങൾ വന്ന സമയം, സാമ്പത്തികം ഇല്ലാതെ വിഷമിക്കുക, പക്ഷെ ഒന്നും മുട്ടില്ലാതെ നടത്തിക്കൊണ്ടു പോകാനായിട്ട് സഹായിച്ച് ഈ ഒരു ദൈവികമായ സാന്നിധ്യമാണ്, അല്ലെങ്കിൽ അതിനോടുള്ള നമ്മളുടെ ഒരു മനോഭാവം. എന്നും ഈശോനെ എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു മുട്ടും ഉണ്ടാവില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നത്. അത് ഇന്നും ഞാൻ തുടർന്നു കൊണ്ടുപോകുന്നു. 1 വർഷം കഴിഞ്ഞ് ഇപ്പോൾ ഞാനില്ലാത്ത ദിവസം സഹവികാരിമാരത് ചെയ്തോളും, വളരെ ഹാപ്പി ആയിട്ട്. ആദ്യകാലങ്ങളിൽ ഇല്ലായിരുന്നു, പിന്നീട് 1-2 പേരൊക്കെ വരാൻ തുടങ്ങി. പിന്നീട് ഇന്ന് ഇഷ്ടംപോലെ ആൾക്കാർ എല്ലാവരും തന്നെ അരമണിക്കൂർ നേരത്തെ വന്നിരുന്ന് ആരാധന നടത്താൻ തുടങ്ങി. അത് ആൾക്കാർ സംസാര വിഷയമായി. ഇപ്പം ഇന്ന് ഒരു ഓപ്പറേഷൻ നടക്കുകയാണ്, അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോവുകയാണ്. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം നമ്മളുടെ അടുത്ത് വിളിച്ചു പറയും, അച്ഛൻ ഇന്നത്തെ ആരാധനയെ പ്രാർത്ഥിക്കണം. അപ്പോൾ അവർക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് അത് മാറി. കാരണം അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് ഉത്തരം ഈശോയാണെന്ന് ഈ ഒരു പ്രവൃത്തിയിലൂടെ എനിക്കും കാണിച്ചു കൊടുക്കാൻ പറ്റി. അതിനേക്കാൾ കൂടുതൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ മനുഷ്യർ അനുഭവിക്കാൻ തുടങ്ങി. അതുകൊണ്ട് അത് വളരെ സന്തോഷമായിട്ട് തന്നെ അത് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന, എത്ര ക്ഷീണമാണെങ്കിലും ഞങ്ങളത് ചെയ്തു കൊണ്ടുപോകും. വേദനിക്കുന്നവരുടെ കൂടെ നിലകൊള്ളുന്ന ക്രിസ്തുവിൻ്റെ ചൈതന്യം ഈ വൈദികന്റെ ജീവിത താളമാകുന്നു.
ഏറെ വേദനയിലൂടെ കടന്നുപോയ ഈ നാടും മനുഷ്യരും ഇന്നിതാ പതിയെ പതിയെ അവരുടെ ജീവിതത്തെ പുനർനിർമ്മിച്ചു തുടങ്ങുന്നു. അനേകർ ഇപ്പോഴും ആ ഭയത്തിൽ നിന്നും പുറത്തു വന്നിട്ടുമില്ല. പക്ഷേ അവർക്കെല്ലാം ആശ്രയമായി ഈ ദേവാലയവും ഈ വൈദികനും ഈ ഇടവക കൂട്ടായ്മയും ഇവിടെ നിലകൊള്ളുന്നു. വലിയ ആശ്രയ ഗോപുരമായി, ക്രിസ്തുവിൻ്റെ സ്നേഹവുമായി, സുവിശേഷത്തിൻ്റെ നേർസാക്ഷ്യമായി. ഇനി ഇവിടെ വന്നതിന് ശേഷം അച്ഛനെ ഇവരുടെ പ്രയാസങ്ങളൊക്കെ കണ്ടപ്പോൾ ഏറ്റവും അച്ഛന് ബുദ്ധിമുട്ട് തോന്നിയ ഏതെങ്കിലും സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ടോ മറ്റുള്ളവരുടെ പ്രയാസം കണ്ട്? എനിക്ക് തോന്നിയത് അവരുടെ പ്രാഥമിക കൃത്യം ഒരു സ്വസ്ഥമായിട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നതാണ് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട്. മനുഷ്യനെന്ന് പറയുന്നത് ഇച്ചിരി ഭക്ഷണം കിട്ടിയില്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിരിക്കും. ഒരു മനുഷ്യൻ്റെ പ്രാഥമിക കൃത്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ടൊരു അതുപോലും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ അത് കണ്ട് മനുഷ്യൻ കരയുന്നൊരവസ്ഥ, അത് എന്നെ വല്ലാതെ. ഞാനിവിടെ വരുമ്പോൾ ഷുഗറോ പ്രഷറോ ഒന്നും എനിക്കില്ലായിരുന്നു. അങ്ങനത്തെ ഒരു രോഗമൊന്നും എനിക്കില്ലായിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഷുഗറും പ്രഷറും ഒക്കെ രോഗിയായി. ഞാനിപ്പോൾ ആ മരുന്നൊക്കെ എടുത്താണ് അത് കാരണം ഈ ഒരു ടെൻഷനും, കാരണം ഈ പാനിക് സിറ്റുവേഷനിൽ ഭയങ്കര ഒരു ടെൻഷനായിരുന്നത് ആദ്യം. പിന്നീട് അത് ഞാൻ സ്ലോലി അത് ഓവർകം ചെയ്ത് ഇപ്പോൾ വേദനിക്കുന്നവരോടുകൂടി വേദനിക്കുവാനും സഹിക്കുന്നവരോടുകൂടി സഹിക്കാനും ഒക്കെ ഇതിന് കൃപ ലഭിച്ചു ആ സമയത്ത്. ഷുവറായിട്ടും. കാരണം നമ്മൾ കണ്ടു വളർന്നു വന്നത്, കുട്ടിക്കാലം മുതൽ കണ്ടു വളർന്നു വന്നത് വേദനിക്കുന്ന മനുഷ്യരോടുള്ള കരുതലുള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ് വളർന്നു വന്നത്. അതുകൊണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇവിടുത്തെ ഒരു മനുഷ്യരും ഇപ്പോൾ എത്ര ക്ഷീണമായിട്ടിരുന്നാലും ഒരാൾ വിഷമം പറഞ്ഞു വന്നതിന് എത്ര നേരം ഇരുന്ന് അവരെ കേൾക്കാനും കൗൺസിലിംഗ് ആയിട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എന്ത് ചെയ്യാനായിട്ടും ഒക്കെ ഞാൻ അതിനൊരു സമയം കണ്ടെത്താറുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നു. വാസ്തവത്തിൽ അച്ഛനോടുകൂടി ആകാൻ സാധിച്ചത് ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. സന്തോഷത്തെക്കാളുപരി ഉള്ളിൽ ഒരു അഭിഷേകം. എന്താണെന്ന് പറഞ്ഞാൽ ഒരു വൈദികൻ കുട്ടികൾക്ക്, യുവാക്കൾക്ക് എന്ന് വേണ്ട ഇടവകയിലെ ജനത്തിൻ്റെ ഭാഗമായി തീരാൻ സാധിച്ചു. അവരുടെ പ്രതിസന്ധികളിലും അവരുടെ തകർച്ചകളിലും കൂടെ നിൽക്കുന്നൊരു വൈദികനെ കണ്ടെത്താൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. അച്ഛൻ്റെ ജീവിതാനുഭവങ്ങളെ അനേകം വൈദികർക്കും അതോടൊപ്പം തന്നെ അനേകം ചെറുപ്പക്കാർക്ക് ദൈവവിളിയിലേക്ക് വരാനും സഹായകമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അച്ഛൻ ഇത്രയും മനോഹരമായി ഞങ്ങളോട് അച്ഛൻ്റെ എല്ലാ അനുഭവങ്ങളും പങ്കുവച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.